ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. MVD ലീപ്സ് ആപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ലേണേഴ്സ് ചോദ്യാവലിയിലെ 23 ലെവൽ വരെ നമ്മൾ കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് 24ാമത്തെ ലെവലാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 24ാമത്തെ ലെവൽ മോഡറേറ്റ് ലെവലിൽ വരുന്നതാണ് 24ാമത്തെ ലെവൽ. അപ്പം നമുക്ക് 24ാമത്തെ ലെവൽ സ്റ്റാർട്ട് ചെയ്യാം. 24ാമത്തെ ലെവലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സംസ്ഥാന ഗവൺമെൻറ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഡാഷ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറുന്നതുമാണ്. ഓപ്ഷൻ എ: മദ്യപിച്ച് വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ബി: സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി: സാധുതയുള്ള PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ഡി: സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മദ്യപിച്ച് വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഡാഷ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റി കൈമാറുന്നതുമാണ്. ഓപ്ഷൻ എ: സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ബി: സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി: സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി: സാധുതയുള്ള PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന ഗവൺമെൻറ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഡാഷ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റി കൈമാറുന്നതുമാണ്. ഓപ്ഷൻ എ: ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ബി: രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി: സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക. ഓപ്ഷൻ ഡി: സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഡാഷ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറുന്നതുമാണ്. ഓപ്ഷൻ എ: മോട്ടോർ സൈക്കിളിൽ ഒന്നിലധികം പില്ലിയൻ റൈഡറെയും വഹിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ബി: സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി: സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ഡി: സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മോട്ടോർ സൈക്കിളിൽ ഒന്നിലധികം പില്ലിയൻ റൈഡറെയും വഹിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഡാഷ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറുന്നതുമാണ്. ഓപ്ഷൻ എ: സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക. ഓപ്ഷൻ ബി: സാധുതയുള്ള PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി: എമർജൻസി വാഹനത്തെ കടത്തിവിടാതെയോ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ഡി: രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എമർജൻസി വാഹനത്തെ കടത്തിവിടാതെയോ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ: വാഹനം ഓടിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ വാഹനമോ ആംബുലൻസോ മറ്റു എമർജൻസി വാഹനമോ സമീപിക്കുമ്പോൾ റോഡിൻ്റെ വശത്തേക്ക് തൻ്റെ വാഹനത്തെ മാറ്റുന്നതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവർക്ക് പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ 1000 രൂപ. ഓപ്ഷൻ ബി 2000 രൂപ. ഓപ്ഷൻ സി 5000 രൂപ. ഓപ്ഷൻ ഡി 10000 രൂപ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10000 രൂപ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: മോട്ടോർ വാഹന നിയമത്തിന് കീഴിൽ നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമുള്ള ഏതെങ്കിലും വ്യക്തി
നിയമപരമായി നൽകുന്ന നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുകയോ അല്ലെങ്കിൽ അത്തരം വ്യക്തിയെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ 1000 രൂപ പിഴ, ഓപ്ഷൻ ബി 2000 രൂപ പിഴ, ഓപ്ഷൻ സി 5000 രൂപ പിഴ, ഓപ്ഷൻ ഡി 10000 രൂപ പിഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2000 രൂപ പിഴ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമപ്രകാരം ഏതെങ്കിലും വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും അത്തരം വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ആണെങ്കിൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ 1000 രൂപ പിഴ, ഓപ്ഷൻ ബി 2000 രൂപ പിഴ, ഓപ്ഷൻ സി 5000 രൂപ പിഴ, ഓപ്ഷൻ ഡി 10000 രൂപ പിഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2000 രൂപ പിഴ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഉടമ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം അനുവദനീയമല്ലാത്ത വിധത്തിൽ തൻ്റെ വാഹന ഭാഗങ്ങൾ പുനഃക്രമീകരിക്കുന്നതുൾപ്പെടെ മോട്ടോർ വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയാൽ ലഭിക്കുന്ന പരമാവധി പിഴ എന്താണ്? ഓപ്ഷൻ എ 1000 രൂപ പിഴ, ഓപ്ഷൻ ബി 2000 രൂപ പിഴ, ഓപ്ഷൻ സി 5000 രൂപ പിഴ, ഓപ്ഷൻ ഡി 10000 രൂപ പിഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 5000 രൂപ പിഴ. പത്താമത്തെ ക്വസ്റ്റ്യൻ, HSRP കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ അതിസുരക്ഷാ രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഓപ്ഷൻ ബി ഹോളോഗ്രാം സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഓപ്ഷൻ സി ഹീറ്റ് സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അതിസുരക്ഷാ രജിസ്ട്രേഷൻ പ്ലേറ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, HSRP ഘടിപ്പിച്ച മോട്ടോർ കാറിൽ എത്ര സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിക്കും? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ 3. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ ദിശയിൽ പല ലൈനുകളിലായി തിരിച്ചിരിക്കുന്ന ഗാരേജ് വേയിൽ ഒരു ഹെവി വാഹനമോ സ്പീഡ് നിയന്ത്രണ വാഹനമോ ഓടിക്കേണ്ടത് ഏത് പാതയിലാണ്? ഓപ്ഷൻ എ വലത് വശത്തെ ലൈനിൽ, ഓപ്ഷൻ ബി ഏതെങ്കിലും ലൈനിൽ, ഓപ്ഷൻ സി ഇടത്തെ ലൈനിൽ, ഓപ്ഷൻ ഡി പാതയൊന്നും വ്യക്തമാക്കിയിട്ടില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇടത്തെ ലൈനിൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ ഉള്ള ശിക്ഷ? ഓപ്ഷൻ എ 500 രൂപ പിഴ, ഓപ്ഷൻ ബി 500 രൂപ പിഴയും ലൈസൻസ് അയോഗ്യതയും, ഓപ്ഷൻ സി 1000 രൂപ പിഴ, ഓപ്ഷൻ ഡി 1000 രൂപ പിഴയും ലൈസൻസ് അയോഗ്യതയും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1000 രൂപ പിഴ. 14ാമത്തെ ക്വസ്റ്റ്യൻ, നല്ല ശമരിയക്കാരൻ ഗുഡ് സമരിറ്റൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ വാഹനം തകരാറ് പരിഹരിക്കാൻ സഹായം നൽകുന്ന വ്യക്തി, ഓപ്ഷൻ ഡി അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകുകയോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്ന വ്യക്തി, ഓപ്ഷൻ സി അപകട സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന വ്യക്തി, ഓപ്ഷൻ ഡി ഗ്രാമീണ മേഖലയിൽ ഗതാഗതം ക്രമീകരിക്കുന്ന വ്യക്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകുകയോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്ന വ്യക്തി. 15ാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൻ്റെ പ്രതലത്തിൽ പച്ച നിറത്തിലുള്ള മാർക്കിംഗ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഇരുചക്ര വാഹനങ്ങളുടെ മാത്രം ലൈൻ, ഓപ്ഷൻ ബി ബസ് വേ, ഓപ്ഷൻ സി പൊതുഗതാഗത വാഹനങ്ങൾക്ക് മാത്രം, ഓപ്ഷൻ ഡി സൈക്കിൾ മാത്രം പോകുന്നതിന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സൈക്കിൾ മാത്രം പോകുന്നതിന്. 16ാമത്തെ ക്വസ്റ്റ്യൻ, പിൻഭാഗത്തെ അണ്ടർ റൺ പ്രൊട്ടക്ടറിൻ്റെ കളർ എന്തായിരിക്കണം? ഓപ്ഷൻ എ ചുവപ്പും വെള്ളയും ഇടവിട്ടുള്ള വരകൾ, ഓപ്ഷൻ ബി മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകൾ, ഓപ്ഷൻ സി കറുപ്പും വെളുപ്പും ഇടവിട്ടുള്ള വരകൾ, ഓപ്ഷൻ ഡി ചുവപ്പും മഞ്ഞയും ഇടവിട്ടുള്ള വരകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
ഓപ്ഷൻ എ വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന അനുവദനീയമായ ഭാരം. ഓപ്ഷൻ ബി ചരക്കില്ലാതെയുള്ള വാഹനത്തിൻ്റെ ഭാരം. ഓപ്ഷൻ സി വാഹനത്തിൻ്റെ ആകെ ഭാരവും വാഹനത്തിൽ കയറ്റാവുന്ന ചരക്കുകളുടെ അനുവദനീയമായ ഭാരവും കൂടുന്ന മൊത്തം ഭാരം. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയുത്തരമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനത്തിൻ്റെ ആകെ ഭാരവും വാഹനത്തിൽ കയറ്റാവുന്ന ചരക്കുകളുടെ അനുവദനീയമായ ഭാരവും കൂടുന്ന മൊത്തം ഭാരം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വാഹനത്തിൻ്റെ അൺലാഡർ വെയ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ വാഹനത്തിൻ്റെ ആകെ ഭാരവും അനുവദനീയമായ ചരക്കുകളുടെ ഭാരവും കൂടുന്നത്. ഓപ്ഷൻ ബി ഡ്രൈവറും അറ്റൻഡറും ഉൾപ്പെടെയുള്ള വാഹനത്തിൻ്റെ ഭാരം. ഓപ്ഷൻ സി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ വാഹനത്തിൻ്റെ ആകെ ഭാരം. ഓപ്ഷൻ ഡി ചരക്കില്ലാതെയുള്ള വാഹനത്തിൻ്റെ ഭാരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ വാഹനത്തിൻ്റെ ആകെ ഭാരം. 19ാമത്തെ ക്വസ്റ്റ്യൻ 53 വയസ്സിൽ ലൈസൻസ് കരസ്ഥമാക്കുന്ന വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി ഡാഷ്. ഓപ്ഷൻ എ 60 വയസ്സ് വരെ. ഓപ്ഷൻ ബി 65 വയസ്സ് വരെ. ഓപ്ഷൻ സി 5 വർഷം. ഓപ്ഷൻ ഡി 10 വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 60 വയസ്സ് വരെ. 20ാമത്തെ ക്വസ്റ്റ്യൻ അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി ഡാഷ്. ഓപ്ഷൻ എ 1 വർഷം. ഓപ്ഷൻ ബി 2 വർഷം. ഓപ്ഷൻ സി 3 വർഷം. ഓപ്ഷൻ ഡി 5 വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 3 വർഷം. ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 24 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 25 ലെവൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.